ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ വീടും പരിസരവും എത്ര തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോമ്പിങ് എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഉന്മേഷവും ഉത്സാഹമൊക്കെ ആയിരിക്കില്ലേ. നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കലും ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് വരെ എടുത്ത് വൃത്തിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ പ്രാവശ്യത്തെ നനച്ചുള്ളിപ്പണിൻ്റെ കാര്യമായിട്ടുള്ള വ്ളോഗോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീടിൻ്റെ മേൽഭാഗവും ടെറസ് ഭാഗവും ഒക്കെ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിന്. മഴ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ടെറസ് അടിച്ച് വാരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാനിതാ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റടിക്കലും ചെടി നനക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ടുള്ള പണികളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ക്ലീനിങ്, ഫുഡ് ഉണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുറ്റം വേഗം അടിച്ച് കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് നനക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു വെയിലത്തില്ലേ ഒരു ദിവസം എങ്ങാനും നനക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ചെടിക്ക് നല്ലോണം പണി കിട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെടികളൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട്. പിന്നെ അതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ ബെഡ്ഷീറ്റിലൊന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലൊന്ന് ആറിയിടട്ടെ. നല്ല വെയിൽ വരുന്നതിന് മുന്നായിട്ട് തന്നെ മുറ്റത്തുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ജനൽ തുറക്കുക, പിന്നെ എന്താ പറയുക, അടുക്കി പെറുക്കി വെക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിൽ പോയല്ലേ, അപ്പോൾ എന്തായാലും കുറച്ച് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് വെക്കലും അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് തുടക്കാനൊന്നുമില്ല, കാര്യം തലേന്ന് ദിവസം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദാ ഒന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കലും ടാബിൾ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء. അടിച്ചു വാരലെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചൂടോടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും പിന്നെ ദാ 2 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇവിടെ 3 പീസ് ബ്രെഡ് എടുത്തിന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതന്നെ ബ്രെഡ് ടോസ്റ്റ്. നമ്മളിവിടെ മാഹയിൽ റൊട്ടി വാട്ടി എന്ന് പറയും കേട്ടോ ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിശന്ന സമയത്ത് എനിക്ക് ഇതുണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. അങ്ങനെ ദാ ഞാൻ ചൂടോടെ ബ്രെഡ് വാട്ടിയതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സുലൈമാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇത് വേഗം കഴിച്ചിട്ട് ബാക്കിയുള്ള പണിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സ്വിച്ച് ബോർഡില്ലേ അത് നല്ലോണം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ക്ലീൻ ആക്കി എടുക്കല. നിങ്ങൾ വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞാൽ നനച്ചുകൂളി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇതേപോലെ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കാണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ക്ലീൻ ആക്കിക്കോട്ടെ. ഇതേപോലെ
ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് വൃത്തിയിട്ട സ്വിച്ച് ബോർഡും നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളെ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഇതേപോലെ നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതൊഴിച്ച് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ അത് വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. എത്ര വൃത്തികെട്ട സ്വിച്ച് ബോർഡാണെങ്കിലും നല്ല പുതിയതുപോലെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഫാനിൻ്റെ ആ ഒരു സംഭവമില്ലേ ഇങ്ങനെ തിരിക്കുന്നത് അതൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നല്ല ഉണങ്ങിയ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക. വെള്ളം നനക്കാനേ പാടില്ല. പിന്നെ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നോക്ക്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നേരത്തെ കണ്ട ആ ഒരു വൃത്തികേടൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്വിച്ച് ബോർഡെല്ലാം. ഇതേപോലെ ഇതുവരെ ക്ലീൻ ആക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് ക്ലീൻ ആക്കിക്കോ സ്വിച്ച് ബോർഡൊക്കെ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സ്വിച്ച് ബോർഡെല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. മീഷോന്ന് ഓർഡർ ആക്കിയിട്ടുള്ള കൊറിയർ വന്നിട്ടാ. അപ്പോൾ അതെന്താണെന്ന് കാണാം. 2 പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ആദ്യത്തേത് നല്ലൊരു അടിപൊളി ക്യാൻഡിലാണ്, സാൻഡൽ വുഡിൻ്റെ നല്ല സ്മെല്ലുള്ളൊരു ക്യാൻഡിലാണ്. പിന്നെ രണ്ടാമത്തേത് വുഡൻ കട്ടിംഗ് ബോർഡാണ്. രണ്ടും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല കട്ടിയും കനവും ഒക്കെയുള്ള കട്ടിംഗ് ബോർഡാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്യാൻഡിലില്ലേ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറാണ്. പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് ലിഡും ഉണ്ട്. നല്ല അടിപൊളി സ്മെല്ലും ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി കിച്ചണിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ട്. ദാ ഈ ഒരു ഷെൽഫില്ലേ അതിലുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഇതിലുള്ള പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ വേഗം തന്നെ ഈ ഷെൽഫ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കല. നിങ്ങൾ വീഡിയോയിൽ അങ്ങനെ കച്ചറയൊന്നും കാണുന്നില്ല, പക്ഷെ നല്ലോണം പൊടിയും കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു പൊടിമുട്ടി ചൂല് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സോപ്പും സ്ക്രബ്ബറും വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോട് കൂടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിയുന്നത് പോലെ ഫീൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഒരു ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന പണികൾ മടുപ്പ് തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ദാ എൻ്റെ ഷെൽഫ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തിന്. അതിൻ്റെ മേലെ ഭാഗത്തുള്ള ടൈൽസും കൂടെ ഞാനൊന്ന് തുടച്ചെടുത്തിന്. അങ്ങനെ ആ ഒരു സമയത്ത് ഇതാ ഉമ്മാൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തിനുള്ള വീടില്ലേ അത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ്. അപ്പോൾ എന്തോ കൊണ്ടുത്തരാൻ വേണ്ടിയിട്ട് വന്ന കാര്യം വേറൊന്നുമല്ല, നമ്മളെ ഇടിച്ചക്ക വറവില്ലേ, ഇടിച്ചക്ക വറവ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നിട്ടാ. നല്ല വാഴ ഇലയിൽ പൊതിഞ്ഞ് നല്ല ചൂടുള്ള ഇടിച്ചക്ക വറവ് കൊണ്ടു തന്നിട്ടുണ്ടേനു. നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട്. നോമ്പിന് മുന്നായിട്ട് തന്നെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ചൂടോടെ ഇതൊന്ന് കഴിക്കട്ടെ. പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു ഇടിച്ചക്ക വറവിൻ്റെയും കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടേനും. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടോക്കണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടേനു. അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലല്ലേ. അപ്പോൾ കിച്ചണിൽ ഇടയ്ക്കിടെ ഇങ്ങനെ മാറ്റം വരുത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ മൂഡിനനുസരിച്ചിട്ട് കിച്ചണിൽ മാറ്റങ്ങൾ വരുത്താന്നുണ്ടെങ്കിൽ നമ്മൾ പണികളെല്ലാം കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട്. അപ്പോൾ ദാ ഇപ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്ക്. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان
تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان അങ്ങനെ ദാ കൗണ്ടർ ടോപ്പൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിനോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണേ. ഇനിയുള്ള പണി എന്ന് പറയുന്നത് ദാ നമ്മൾ ഒറോട്ടിക്കുള്ള അരിയൊന്ന് പൊടിച്ചെടുക്കല. നോമ്പൊക്കെ അല്ലേ വരുന്നത്, ഈ ഒരു ഭാഗത്തൊക്കെ നോമ്പിന് അധികവും ഒറോട്ടി വന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരി പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കിലോ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ പീടികയിൽ നിന്നെല്ലാം കിട്ടുന്ന അരിയില്ലേ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൊന്നി അരിയോ അല്ലെങ്കിൽ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏതരി വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ ഇതാ 2 കിലോ അരിയാണ് പൊടിപ്പിക്കുന്നത്. അത് ഒരു 5-6 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ കറക്റ്റ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഒറോട്ടിപ്പൊടി ഉണ്ടാക്കിയിട്ട് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഈ പൊടി യൂസാക്കിയിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചാന്നിട്ടാണ് ഒറോട്ടി ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഒറോട്ടിപ്പൊടിയോ അല്ലെങ്കിൽ ഒറോട്ടിയോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ ദാ എൻ്റെ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചോറുണ്ടാക്കുന്ന പാത്രമില്ലേ, ചെമ്പ്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മൾ ചോറ് വാർക്കൂലേ, നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ട് വാർക്കൂലേ, വെള്ളം വാർക്കൂലേ, കറക്റ്റ് അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ദാ അതിൻ്റെ ഇടയിലായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വെള്ളം മൊത്തത്തിൽ വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ദാ 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിയിലുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ വാർന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അരി നല്ലോണം ഉണങ്ങിയതിന് ശേഷം പൊടിച്ചാൽ മാത്രമേ നമ്മൾ ഒറോട്ടി അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അരിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ പൊടിപ്പിക്കുന്ന സമയത്ത് തരിതരിപ്പായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. ആ ഒരു പൗഡറി കൺസിസ്റ്റൻസി ആവാണ്ട് തരിതരിപ്പായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒറോട്ടി നന്നാവില്ല, അതിങ്ങനെ വിണ്ട് കീറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, ഒറോട്ടി നന്നാവേ ഇല്ല. അപ്പോൾ അരിയിലുള്ള വെള്ളം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാം. ഒറോട്ടിക്ക് അരി പൊടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയല്ല കേട്ടോ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് തരിക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ പൊടി വെച്ച് ഒറോട്ടി ഉണ്ടാക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.